ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്യ യൂട്യൂബ് ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഓർ വിമൻ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ എക്സാം PSC റീസെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് യു ഫ്രം ചെന്നൈ. അപ്പൊ ഇവിടെ ആർട്ടിക്കിളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ രണ്ട് തരത്തിലുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ എന്ന് പറയുന്നതും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും ആനും. അപ്പൊ നമുക്കറിയാം ഇതിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് ദാ പറയാൻ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് പറയുമ്പോഴാണ് ദാ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയാൻ അല്ലെങ്കിൽ ജനറലി പറയാൻ ഒരു കാര്യത്തിനെ സ്പെസിഫൈ ചെയ്യാതെ പറയുമ്പോഴാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിൽ നോക്കിയേ, ഇവിടെ ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് യു ഫ്രം ചെന്നൈ അല്ലെ, വലിയൊരു എൻക്വയറിക്ക് ശേഷം അവർ ചെന്നൈയിൽ നിന്നും ഒരു യുവിനെ കൊണ്ടുവന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, EWE എന്നാണ് വേർഡ്, പക്ഷെ ഇത് ഈവ് എന്നല്ല നമ്മൾ വായിക്കേണ്ടത്, യു എന്നാണ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫീമെയിൽ ഷീപ്പാണ് അല്ലെ. അപ്പൊ ഒരു ഷീപ്പിന്റെ ഫീമെയിലിനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്. റാം എന്നത് മെയിൽ ഫോമും യു എന്ന് പറയുന്നത് ഫീമെയിലുമാണ്. ഇത് പരീക്ഷയ്ക്ക് ഫെമിനിൻ ജെൻഡർ എഴുതാനായിട്ടും പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോക്കിയേ, റാമിന്റെ ഫെമിനിനായ യു ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്നത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ജനറൽ ആയിട്ട് പറയാണ് ചെന്നൈയിൽ നിന്നും ഒരു യുവിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ജനറലി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആർട്ടിക്കിൾ ദ അല്ല. ഏത് ആർട്ടിക്കിൾ ആണ്? എയോ ആനോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എയോ അല്ലെങ്കിൽ ആനോ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഇനി എയും ആനും എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അപ്പൊ നമ്മുടെ നൗണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വവൽ ലെറ്ററിന്റെ ശബ്ദമാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, വവൽ ലെറ്റർ അനുസരിച്ചിട്ടല്ല നമ്മൾ എഴുതേണ്ടത്. വവൽ ലെറ്ററിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഉച്ചാരണമാണോ, അല്ലെങ്കിൽ കോൺസണന്റ് ലെറ്റേഴ്സ്, വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? AEIOU എന്ന് പറയുന്നതാണ് വവൽ ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സിന്റെ ഉച്ചാരണമാണോ, അല്ലെങ്കിൽ മറ്റ് കോൺസണന്റ് ലെറ്റേഴ്സ് AEIOU ഒഴികെയുള്ള മറ്റ് ലെറ്റേഴ്സിന്റെ ഉച്ചാരണമാണോ വന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ലെറ്റേഴ്സ് ഒരിക്കലും നോക്കാൻ പാടില്ല, ഇതിന്റെ ശബ്ദമാണ് നമ്മൾ അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രൊണൗൺസിയേഷൻ നോക്കുമ്പോൾ യു യാ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഉച്ചാരണം മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഉണ്ട്. അപ്പൊ നമ്മൾ വായിക്കുന്ന ആ ഒരു വേർഡ് സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. എന്നാൽ വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ നമുക്ക് എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നോക്കി, ഇവിടെ പ്രൊണൗൺസിയേഷൻ വന്നിരിക്കുന്നത് യു അല്ലെങ്കിൽ യാ എന്ന വാക്കാണ്. യാ എന്ന വാക്ക് നമുക്കറിയാം വന്നിരിക്കുന്നത് വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ വ്യഞ്ജനാക്ഷരത്തിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ മതി? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ ചോദ്യത്തിൽ യുവിന് പ്രൊണൗൺസിയേഷൻ യാ എന്നാണ് വന്നിരിക്കുന്നത്. യാ എന്ന് പ്രൊണൗൺസിയേഷൻ വന്നതുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഡെഫിനിറ്റ് ആയിട്ടല്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട് ജനറലി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നിന്നും എ ആണോ ആനാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതിന്റെ ഉച്ചാരണ ശബ്ദം നോക്കിയാൽ മതി. ഉച്ചാരണ ശബ്ദം സ്വരാക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. എന്നാൽ വ്യഞ്ജനാക്ഷരത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. നോക്കിയ PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് യൂറോപ്യൻ. യൂറോപ്യൻ എന്ന വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ വരുമ്പോഴും നമുക്ക് എന്താണ് വരുന്നത്? യാ എന്നാണ്. അപ്പൊ യാ എന്ന പ്രൊണൗൺസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് വ്യഞ്ജനാക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ വ്യഞ്ജനാക്ഷരത്തെ സൂചിപ്പിച്ചാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എ യൂറോപ്യൻ. അടുത്ത വേർഡ് നോക്കിയേ, യൂണിവേഴ്സിറ്റി. പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെയും പ്രൊണൗൺസിയേഷൻ വരുന്നത് ഏത് ലെറ്റർ തന്നെയാണ്? യാ എന്ന ലെറ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ യാ എന്ന ലെറ്റർ വന്നുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വേർഡ് നോക്കിയേ, യുനാനിമസ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച ചോദ്യമാണ് യുനാനിമസ്. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പൊ യുനാനിമസിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യാ എന്ന് തന്നെയാണ് അല്ലെ. യാ എന്ന പ്രൊണൗൺസിയേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വേർഡ് നോക്കി, യുണീക്ക്. ഹി ഈസ് ഡാഷ് യുണീക്ക് പൊളിറ്റീഷ്യൻ. PSC മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ യുണീക്കിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യാ തന്നെയാണ്. നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വേർഡ് നോക്കി, യൂസ്ഫുൾ. അയൺ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ അല്ലെങ്കിൽ കോപ്പർ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ. പരീക്ഷകളിൽ വരാറുള്ള ചോദ്യമാണ്. അപ്പൊ യൂസ്ഫുൾ എന്ന വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യാ എന്ന് തന്നെയാണ്. യാ എന്ന പ്രൊണൗൺസിയേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വേർഡ് നോക്കിയാൽ യൂണിവേഴ്സൽ. യൂണിവേഴ്സലിന്റെ പ്രൊണൗൺസിയേഷൻ യാ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും.
അടുത്തത് യെല്ലോ അല്ലെ, യെല്ലോ യായാണ് വരുന്നത്. യെല്ലോ ഫ്രോക്ക്, ഷീസ് വെയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? യാ എന്ന പ്രൊണൗൺസിയേഷൻ ആയതുകൊണ്ട് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. യാക്ക് ഒരു അനിമൽ ആണ് അല്ലെ, യാക്ക് എന്ന് പറഞ്ഞ അനിമലിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യാ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വേർഡ് നോക്കി ശ്രദ്ധിക്കുക. ഇയർ എന്ന പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിന്റെ ഉച്ചാരണം നമ്മൾ ഇയർ എന്നല്ല, ഇതിന്റെ ഉച്ചാരണം നമ്മൾ ഇയർ എന്നല്ല പറയുന്നത്, യാ എന്ന പ്രൊണൗൺസിയേഷനിലാണ് വരേണ്ടത്. ഈ ചേർന്ന് വരുന്നത് നമ്മുടെ കാത് അല്ലെങ്കിൽ ചെവിക്ക് പറയുന്ന ഇയർ, EAR, ഇതിനാണ് നമ്മൾ ഇ എന്ന പ്രൊണൗൺസിയേഷൻ വരേണ്ടത്. എന്നാൽ ഇയർ യായാണ് നമ്മുടെ ഇയർ, വർഷത്തെ സൂചിപ്പിക്കുന്ന വാക്കിന്റെ തുടക്കത്തിൽ ഉച്ചാരണം യാ എന്നാണ്. അപ്പോ ഐ മെറ്റ് ഹിം എ ഇയർ എഗോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇയർ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇയർ എന്ന വാക്കിന്റെ പ്രൊണൗൺസിയേഷൻ യായാണ് വരുന്നത്. അതുകൊണ്ട് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞായിരുന്നു, എ ആണ് ഇവിടെ വരേണ്ട ഉത്തരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രിപ്പോസിഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം നോക്കി. സെന്റൻസ് തന്നിട്ടുണ്ട്. ദ പ്രപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കന്റ് ഡ്രോബാക്സ്, സോ ഷീ വാസ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസിനകത്ത് ഓൺ എന്ന പ്രപ്പോസിഷൻ, ഇൻ എന്ന പ്രപ്പോസിഷൻ, ബൈ എന്ന പ്രപ്പോസിഷൻ, അറ്റ് എന്ന പ്രപ്പോസിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കി, ഇവിടെ പ്രപ്പോസിഷൻ എഴുതുമ്പോൾ നമ്മൾ ആംഗ്രി എന്ന വേർഡ് അനുസരിച്ചിട്ട് വേണം പ്രപ്പോസിഷൻ എഴുതാൻ. അപ്പൊ എപ്പോഴും ഓർമ്മിക്കുക, ചില വാക്കുകൾക്ക് ഫിക്സഡ് പ്രപ്പോസിഷൻ ആണ്, അതായത് ഈ വാക്കുകളോടൊപ്പം ഒരു പ്രപ്പോസിഷൻ സ്ഥിരമായിട്ട് വരും. ഇനി ചില വാക്കുകൾക്കാണെങ്കിൽ ഒന്നിലധികം പ്രപ്പോസിഷൻസ് വരാറുണ്ട്. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് ഒന്നിലധികം പ്രപ്പോസിഷൻസ് സ്യൂട്ട് ആവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു വാക്കാണ് ആംഗ്രി എന്ന വാക്ക്. ആംഗ്രി എന്ന വാക്കിനോടൊപ്പം രണ്ട് പ്രപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആംഗ്രിക്ക് ശേഷം വിത്തും ഉപയോഗിക്കാം, ആംഗ്രിക്ക് ശേഷം അറ്റും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ആംഗ്രിക്ക് ശേഷം വരുന്നത് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആംഗ്രിക്ക് ശേഷം തന്നിരിക്കുന്ന ഡാഷിന് ശേഷം വരുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. എന്നാൽ ആംഗ്രിക്ക് ശേഷം വരുന്നത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ, ഒരു വ്യക്തിയല്ല മറ്റെന്തെങ്കിലും കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആംഗ്രിക്ക് ശേഷം നമ്മൾ അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, ആംഗ്രിക്ക് ശേഷം നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് വരാം. ആംഗ്രിക്ക് ശേഷം ഒരു വ്യക്തിയെ സൂചിപ്പിക്കാം, ഒരു വ്യക്തിയോടുള്ള ദേഷ്യം സൂചിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റെന്തിനോടെങ്കിലും ഉള്ള ദേഷ്യം സൂചിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വ്യക്തിയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കുക? വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. എന്നാൽ മറ്റെന്തെങ്കിലുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കും? അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. നോക്കിയേ, നമ്മുടെ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയേ. ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ. ഇവിടെ ഡിസിഷനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു വ്യക്തിയല്ല സൂചിപ്പിക്കുന്നത്, അയാളുടെ ഡിസിഷനോടുള്ള ദേഷ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും? അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഡിസിഷനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും, കാരണം ഇവിടെ വിത്ത് എന്ന ഓപ്ഷൻ കൊടുക്കാറില്ല. പക്ഷെ PSC പലപ്പോഴും ചോദിച്ച ചോദ്യങ്ങളിൽ വിത്തും അറ്റും ഓപ്ഷൻസ് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡാണ്. PSC നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വാക്കാണ് ആംഗ്രി എന്ന വാക്ക്. അപ്പൊ നമുക്ക് കുറച്ച് വാക്കുകളോട് ഇതിനോടൊപ്പം നോക്കാം. ആദ്യത്തത് നമ്മൾ പറഞ്ഞു ആംഗ്രി വിത്ത് സമ്മൺ അല്ലെ, ഒരു വ്യക്തിയെ, പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വിത്ത് ഉപയോഗിക്കുക. എന്നാൽ മറ്റെന്തെങ്കിലും കാര്യത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്ത വേർഡ് നോക്കി. ആംഗ്രി പോലെ തന്നെ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു വേർഡാണ് എഗ്രി. എഗ്രിക്ക് നമുക്ക് രണ്ട് പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. നമ്മൾ ആംഗ്രിക്ക് ശേഷം വ്യക്തിയെ സൂചിപ്പിച്ചപ്പോൾ വിത്ത് ഉപയോഗിച്ചു. അതേ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. എഗ്രിക്ക് ശേഷവും വ്യക്തിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. എന്നാൽ എഗ്രിക്ക് ശേഷം മറ്റെന്തെങ്കിലും കാര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്തുപയോഗിക്കുക? ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അപ്പൊ ഓർമ്മിക്കുക, എഗ്രിക്ക് ശേഷം വിത്ത് ഉപയോഗിക്കുക. ഒരു വ്യക്തിയെ സൂചിപ്പിച്ചാൽ വിത്ത് ഉപയോഗിക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുപയോഗിക്കുക? ടു എന്ന് ഉപയോഗിക്കുക. എന്നാൽ ആംഗ്രിക്ക് ശേഷം വ്യക്തിയാണെങ്കിൽ വിത്ത് ഉപയോഗിക്കുക, എന്നാൽ മറ്റെന്തെങ്കിലും കാര്യത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ് ഉപയോഗിക്കുക. അടുത്ത വേർഡ് നോക്കി. അപ്പോളജൈസ് എന്ന വേർഡാണ് അടുത്ത വന്നിരിക്കുന്നത്. അപ്പോളജൈസ് ടു സംവൺ, വ്യക്തിയെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ടു ഉപയോഗിക്കാം. എന്നാൽ അപ്പോളജൈസ് ഫോർ സംതിങ്, മറ്റെന്തെങ്കിലും കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കുക? ഫോർ എന്ന പ്രപ്പോസിഷൻ. നോക്കി, അപ്പോളജൈസ് ടു സംവൺ, അപ്പോളജൈസ് ഫോർ സംതിങ്. അപ്പൊ ഓർത്ത് വെക്കുക, വ്യക്തിയെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ടു ഉപയോഗിക്കുക, മറ്റെന്തിനെങ്കിലും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോളജൈസിന് ശേഷം ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അടുത്ത വേർഡ് നോക്കി. യൂസ്ഫുൾ എന്ന വേർഡാണ് തന്നിരിക്കുന്നത്. യൂസ്ഫുളിന് ശേഷവും രണ്ട് പ്രപ്പോസിഷൻ. വ്യക്തിയെ സൂചിപ്പിച്ചാൽ ടു എന്ന പ്രപ്പോസിഷനും മറ്റെന്തെങ്കിലും കാര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അപ്പൊ ഓർമ്മിക്കുക, യൂസ്ഫുളിന് ശേഷം വ്യക്തിയെ സൂചിപ്പിച്ചാൽ ടു ഉപയോഗിക്കുക, മറ്റെന്തെങ്കിലും കാര്യത്തെ സൂചിപ്പിച്ചാൽ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് പഠിച്ചത്. ആംഗ്രിക്ക് ശേഷം സമ്മൺ ആണെങ്കിൽ ആംഗ്രി വിത്ത് സമ്മൺ, എന്നാൽ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ ആംഗ്രി അറ്റ് സംതിങ്. അടുത്ത നമ്മൾ പഠിച്ചു എഗ്രിക്ക് ശേഷം വ്യക്തിയാണെങ്കിൽ വിത്ത് ഉപയോഗിക്കുക,
മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ ടു ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ചു അപ്പോളജൈസിന് ശേഷം വ്യക്തിയെ സൂചിപ്പിച്ചാൽ ടു ഉപയോഗിക്കുക. അപ്പോളജൈസിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചു യൂസ്ഫുൾ. യൂസ്ഫുളിന് ശേഷം വ്യക്തിയെ സൂചിപ്പിച്ചാൽ ടു ഉപയോഗിക്കുക. എന്നാൽ യൂസ്ഫുളിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം PSC ചോദിച്ചൊരു ചോദ്യമാണ്. ദ മാസ്റ്റർ വാസ് ആംഗ്രി ഡാഷ് ഹിസ് സർവന്റ്. അവിടെ ആംഗ്രി എന്ന വേർഡാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം തന്നിരിക്കുന്നത് നോക്കി ഹിസ് സർവന്റ്. സർവന്റിനോടാണ് ദേഷ്യം. അപ്പൊ ഒരു വ്യക്തിയോടാണ് ദേഷ്യം വന്നിരിക്കുന്നത്. അപ്പൊ വ്യക്തിയെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും? വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐ എഗ്രി യു. ഇവിടെ എഗ്രിക്ക് ശേഷം സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയാണ് അല്ലെ. യു എന്ന ഒരു പ്രൊനൗൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചു എഗ്രിക്ക് ശേഷം എന്ത് പ്രപ്പോസിഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി? വിത്ത് എന്ന പ്രപ്പോസിഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഐ എഗ്രി വിത്ത് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷീ എഗ്രീസ് ഡാഷ് ഹിസ് പ്രപ്പോസൽ. ഇത് പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പ്രപ്പോസൽ എന്ന് തരും. അപ്പോൾ പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഗ്രിക്ക് ശേഷം വന്നിരിക്കുന്നത് വ്യക്തിയല്ല, മറ്റെന്തോ കാര്യമാണ് അല്ലെ. ഒരു പ്രപ്പോസലിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രപ്പോസലിനെ സൂചിപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രപ്പോസൽ ഉപയോഗിക്കാൻ പറ്റും? ടു എന്ന പ്രപ്പോസൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഷീ എഗ്രീസ് ടു ഹിസ് പ്രപ്പോസൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി അപ്പോളജൈസസ് ഡാഷ് ഹർ മദർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി അപ്പോളജൈസസ് ഡാഷ് ഹർ മദർ. അപ്പോൾ അവളുടെ അമ്മയോട് അവൻ എന്ത് ചോദിച്ചു? ക്ഷമ ചോദിച്ചു. അപ്പൊ അപ്പോളജൈസിന് ശേഷം വന്നിരിക്കുന്നത് ഒരു വ്യക്തിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തിയെ സൂചിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രപ്പോസിഷൻ തന്നെ ഉപയോഗിക്കാൻ പറ്റും? ടു എന്ന പ്രപ്പോസിഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അപ്പോളജൈസ് ടു ഹർ മദർ. അടുത്ത ദിവസം നോക്കിയേ. യു ഷുഡ് അപ്പോളജൈസ് ഡാഷ് യുവർ മിസ്റ്റേക്ക്. അവിടെ അപ്പോളജൈസിന് ശേഷം വന്നിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അവിടെ സംതിങ് അല്ലെങ്കിൽ വ്യക്തി അല്ല സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും? ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അടുത്ത ദിവസം നോക്കിയേ. PSC ചോദിച്ചൊരു ചോദ്യമാണ്. പെൻ ഈസ് യൂസ്ഫുൾ ഡാഷ് അസ്. അവിടെ അസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തികളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വ്യക്തികളെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാം? യൂസ്ഫുളിന് ശേഷം ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അപ്പോൾ പെൻ ഈസ് യൂസ്ഫുൾ ടു അസ്. എന്നാൽ അടുത്ത ചോദ്യം നോക്കിയേ. പെൻ ഈസ് യൂസ്ഫുൾ ഡാഷ് റൈറ്റിംഗ്. അവിടെ റൈറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വ്യക്തിക്കുള്ള ഉപയോഗത്തെ അല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റെന്തിനെയോ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും? ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അപ്പോൾ പെൻ ഈസ് യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അറ്റ് എന്ന ഉത്തരമാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്. അപ്പോൾ അവിടെ സ്പെൽ ചെക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ലാപ്പിഡറി എന്ന വാക്കിനെ 3 തരത്തിൽ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിന്റെ C ഓപ്ഷനായ LAPIDARY എന്നതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ ലാപ്പിഡറി എന്ന വേർഡ് ഓർത്തു വയ്ക്കുക. LAPIDARY എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി ഇതിനോടൊപ്പം നോക്കാം. നോക്കിയേ. PSC ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് ഹൈറാർക്കി. ഹൈറാർക്കി എന്ന വാക്ക് നോക്കി സ്പെല്ലിംഗ് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് പഠിച്ചു വെക്കാം. PSC പരീക്ഷകളിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു വെക്കുന്നതാണ് വളരെ എളുപ്പം. അപ്പൊ അങ്ങനെ നമ്മൾ എത്ര പഠിച്ചിട്ടും കിട്ടാത്ത വാക്കുകൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പഠിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ നോക്കാം. നോക്കിയേ. ഹയർ ആർക്കി എന്നങ്ങ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഹയർ HIER എന്നാണ് ഹയർ. അത് കഴിഞ്ഞിട്ട് ARCHY ആർക്കി. അപ്പോൾ ഹയർ ആർക്കി എന്നങ്ങ് പഠിച്ചു വെക്കുക. HIER ഹയർ, ARCHY ആർക്കി. അപ്പോൾ ഹയർ ആർക്കി എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത വേർഡ് നോക്കി. സെമിട്രി. PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സെമിട്രി അല്ലെങ്കിൽ സെമിത്തേരി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയണം അല്ലെ. അപ്പൊ സെമിട്രി എന്ന വാക്ക് പലരും തെറ്റിക്കാറുണ്ട്. CMETERY ആണ്. അപ്പൊ ഇവിടെ TARY ആണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് വരാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെ പഠിച്ചു വെക്കാം? CMETERY എന്നങ്ങ് ഓർത്ത് വെക്കുക. എന്താണ്? CMETERY എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സെമിട്രി എന്ന വാക്ക് CEMETERY അല്ലെ. അപ്പൊ CMETERY എന്നങ്ങ് പഠിച്ചു വെക്കുക. CMETERY സെമിട്രി. അപ്പൊ അവിടെ എറി എന്ന വാക്കാണ് നമുക്ക് ARY ആണോ ERY ആണോ എന്ന് ഡൗട്ട് വരാനുള്ളത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക CMETERY എന്ന് പഠിച്ചു വെക്കുക. അടുത്ത വേർഡ് നോക്കിയേ. എക്സിലറേറ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന വാക്ക്. എക്സ്ഹിലറേറ്റ് അങ്ങനെ പഠിച്ചു വെക്കുക. എക്സ്ഹിലറേറ്റ് എന്നങ്ങ് പഠിച്ചു വെക്കുക. എക്സിലറേറ്റ് എങ്ങനെ പഠിച്ചു വെക്കുക? എക്സ്ഹിലറേറ്റ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത വേർഡ് നോക്കിയേ. ഡിസാസ്ട്രസ്. ഡിസ് DIS ഡിസ്. ആസ്ട്രോ ASTRO ആസ്ട്രോ. അസ് US അസ്. അപ്പൊ ഓർത്ത് വയ്ക്കുക. ഡിസ് ആസ്ട്രോ അസ്. എന്താണ് ഡിസാസ്ട്രസ്? ഡിസ് ആസ്ട്രോ അസ്. സെമിട്രി നമ്മൾ പഠിച്ചു. CMETERY. ഹയറാർക്കി നമ്മൾ പഠിച്ചു. ഹയർ ആർക്കി ARCHY. അതിന്റെ നമ്മൾ പഠിച്ചു. എക്സിലറേറ്റ് പഠിച്ചായിരുന്നു. EXHILARATE. EXHILARATE. അടുത്ത വാക്ക് നോക്കിയേ. മിസ്റ്റീവിയസ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് മിസ്റ്റീവസ്. അപ്പോൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെ നോക്കാം? മിസ് MIS മിസ്.
ചി, CHI ചി. ഇവോ, EVO അസ്. നോക്കിയേ, അസ് വരുന്ന ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. അപ്പൊ മിസ്, ചി, ഇവോ, അസ് എന്നങ്ങ് ഓർത്ത് വയ്ക്കുക. മിസ്, ചി, ഇവോ, അസ് അല്ലെ. അപ്പൊ അവിടെ ഡൗട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ മാറും. മിസ്, ചി, ഇവോ, എസ് എന്നങ്ങ് പഠിച്ചു വെക്കുക. മിസ്ചീവസ്. അടുത്ത വേർഡ് നോക്കിയേ, ഔട്ട്റാജസ്. ഔട്ട്, OUT എല്ലാവർക്കും അറിയാം. റാഗ്, EO, അസ്. അപ്പോൾ ഔട്ട്, റാഗ്, EO, അസ് എന്നങ്ങ് ഓർത്ത് വയ്ക്കുക. ഔട്ട്, റാഗ്, EO, അസ്. മിസ്ചീവസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു മിസ്, ചി, ഇവോ, അസ്. ഔട്ട്റാജസ് ആണെങ്കിൽ ഔട്ട്, റാഗ്, EO, അസ്. ഡിസാസ്ട്രസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഡിസ്, ആസ്ട്രോ, അസ്. അടുത്ത വേർഡ് നോക്കിയേ, കോൺസെൻഷ്യസ്. ഇതും PSC ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, CON ഓർത്ത് വയ്ക്കാം. സയൻ, നമുക്ക് സയൻസ് എന്ന വേർഡ് എഴുതാൻ അറിയാം. SCIENC, സയൻസ് എന്ന വാക്കറിയാം. അതിന്റെ സയൻ അങ്ങ് എടുക്കുക. അപ്പോൾ കോണ്, സൈൻ. TIO, അസ്, US, അസ്. അപ്പൊ കോൺസെൻഷ്യസ് എന്താണ്? CON. അതിന്റെ സയൻസിന്റെ സ്പെല്ലിംഗ് എടുക്കുക, SCIEN. അതിനുശേഷം TIO. അതിനുശേഷം എന്തെടുക്കുക? അസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ള വേർഡാണ്. ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക, കോൺ, സയൻ, TO, അസ്. എന്താണ്? കോൺ, സയൻ, TO, അസ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ US അല്ലെങ്കിൽ അസ് വരുന്ന 4 വാക്ക് പഠിച്ചു. ഡിസാസ്ട്രസ് പഠിച്ചായിരുന്നു ആദ്യം. ഡിസ്, ആസ്ട്രോ, അസ് എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചു മിസ്, ചി, ഇവോ, അസ് പഠിച്ചായിരുന്നു. മിസ്, ചി, ഇവോ, അസ് എന്ന് പഠിച്ചു. അടുത്ത വേർഡ് നമ്മൾ പഠിച്ചു ഔട്ട്റാജസ് പഠിച്ചായിരുന്നു. ഔട്ട്, റാഗ്, EO, അസ് എന്ന് പഠിച്ചു. ഔട്ട്, റാഗ്, EO, അസ് എന്ന് പഠിച്ചു. അടുത്തായിട്ട് കോൺസെൻഷ്യസ് നമ്മൾ പഠിച്ചായിരുന്നു. കോൺ, സയൻ, TO, അസ്. എന്താണ്? കോൺ, സയൻ, TO, അസ് എന്ന് പഠിച്ചു. ലാസ്റ്റ് വേർഡ് നോക്കിയേ, പെർസെവറൻസ്. ലാസ്റ്റ് വേർഡ് പെർസെവറൻസ്. അപ്പൊ പെർ, നമുക്ക് ആദ്യത്തെ വേർഡ് തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പെർ, സെവർ, SEVER, സെവർ, ആൻസ്. പെർ, സെവർ, ആൻസ് എന്നങ്ങ് പഠിച്ചു വയ്ക്കുക. വളരെ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കുക. പെർ, സെവർ, ആൻസ്. പെർസെവറൻസ് എന്താണ്? പെർ, സെവർ, ആൻസ്. അപ്പൊ ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ച് ശീലിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാക്കാണെങ്കിലും തെറ്റിപ്പോകുന്ന വാക്കുകൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. അപ്പൊ ഇവിടെ ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഓൺ വേർഡിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കി. പ്രൊമനേഡ് എന്ന വാക്ക് തന്നിട്ടുണ്ട്, ബൈവേ എന്ന് തന്നിട്ടുണ്ട്, അലി എന്ന് തന്നിട്ടുണ്ട്, മെയ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം വാക്കുകൾ PSC പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. നമ്മുടെ ഈ ചോദ്യം എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് അല്ലെ, നടക്കുവാനുള്ള പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ്. അപ്പൊ ഇങ്ങനെയുള്ള പബ്ലിക് പ്ലേസിനെ, നടക്കുവാനുള്ള പബ്ലിക് പ്ലേസിനെയാണ് നമ്മൾ പ്രൊമനേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഒരു പിക്ചറിനോടൊപ്പം പഠിച്ചു വെക്കാൻ നോക്കിയാൽ പ്രൊമനേഡ് എന്നിവിടെ തന്നിരിക്കുന്ന ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന പാതയായിരിക്കും. അങ്ങനെ നടക്കാൻ ഉപയോഗിക്കുന്ന പ്ലേസുകളെ നമുക്ക് പ്രൊമനേഡ് എന്ന് പറയാം. ഇനി അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കി. ബൈവേ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹൈവേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഹൈവേ എന്ന് പറയുമ്പോൾ വളരെ ദൂരത്തിലുള്ള സിറ്റീസിനെയോ ടൗൺസിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെയോ ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന വലിയ നീളത്തിലുള്ള ഒരു പാത്താണ്. ഈ ഹൈവേയുടെ സൈഡിലായിട്ട് വരുന്നത് അല്ലെങ്കിൽ സൈഡ് റോഡായിട്ട് വരുന്നത്, നമ്മൾ വലിയ റോഡുകളെയൊന്നും കണക്ട് ചെയ്യാതെ കൈവഴിയായിട്ട് വരുന്ന വഴികൾ, അധികം സഞ്ചരിക്കാത്ത വഴികൾ, ഇങ്ങനെയുള്ള വഴികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈവേ എന്ന് പറയുന്നത്. അപ്പൊ ബൈവേ എന്ന് പറഞ്ഞാൽ എ സെക്കൻഡറി ഓർ സൈഡ് റോഡ്. സെക്കൻഡറി ആയിട്ട് അധികം ഉപയോഗിക്കാത്ത സൈഡ് റോഡുകളെ നമുക്ക് എന്തെന്ന് പറയാം? ബൈവേ. ഹൈവേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അടുത്ത വാക്ക് നോക്കി. അലി മുൻപ് PSC ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ബിൽഡിങ്ങുകൾക്ക് ഇടയിലൂടെയുള്ള റോഡ്. അപ്പൊ ബിൽഡിങ്ങുകളുടെ പുറകിലോ അല്ലെങ്കിൽ ഇടയിലൂടെയോ ഉള്ള റോഡുകളെ നമുക്ക് അലി എന്ന് പറയാം. എ നാരോ റോഡ് ഓർ പാത്ത് ബിറ്റ്വീൻ ഓർ ബിഹൈൻഡ് ദ ബിൽഡിങ്സ് അല്ലെ. ഒരു നാരോ റോഡ്, ചെറിയ റോഡായിരിക്കും. ബിൽഡിങ്സുകൾക്ക് പുറകിലൂടെയോ സൈഡിലൂടെയോ ഉള്ള നാരോ പാത്ത്, ചെറിയൊരു പാത്തിനെയാണ് നമ്മൾ അലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, പ്രൊമനേഡ് പഠിച്ചായിരുന്നു, അലി പഠിച്ചായിരുന്നു, ബൈവേയും പഠിച്ചായിരുന്നു. അടുത്ത വാക്ക് നോക്കിയേ, മെയ്സ്. അപ്പൊ ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, കുറെ പാസേജസ് അല്ലെങ്കിൽ കുറെ വഴികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു എന്റർടൈൻമെന്റ് പോലെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പാർക്കുകളിലൊക്കെ ചെയ്യാറുണ്ട്. നോക്കി, എ കൺഫ്യൂസിംഗ് നെറ്റ്വർക്ക് ഓഫ് പാസേജസ് ഡിസൈൻഡ് ആസ് എ പസിൽ. ഒരു പസിൽ പോലെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് ചെയ്യുന്ന വഴികളാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടികൾക്കൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു വഴിയിലൂടെ കയറി മറ്റു വഴിയിലേക്ക് എത്താനായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്തരം പാസേജസിനെയാണ് നമ്മൾ മെയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബുക്കുകളിലൊക്കെ ഇതുപോലെ മെയ്സ് വഴി കണ്ടെത്താനായിട്ട് നമ്മൾ വരയ്ക്കാറുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ റോഡായിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലേക്ക് ഇതുപോലെ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൺഫ്യൂസ്ഡ് പസിൽ ആയിരിക്കും, അതിലൂടെ നമ്മൾ വഴി കണ്ടെത്തി അപ്പുറത്തെ എൻഡിലേക്ക് എത്തുക. അതിനെയാണ് നമ്മൾ മെയ്സ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി, PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ് അവന്യൂ. എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ എയ്തർ സൈഡ്. ഇരുവശങ്ങളിലും
നട്ടിട്ടുള്ള വലിയ വീതിയേറിയ പാതയാണ് നമ്മൾ അവന്യൂ എന്ന് പറയുന്നത്. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ PSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്: എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ ഈതർ സൈഡ്. രണ്ട് വശങ്ങളിലും ട്രീസ് നട്ടിരിക്കുന്ന വളരെ വീതിയേറിയ പാത എന്തെന്നായിരുന്നു ചോദ്യം. അപ്പൊ ചോദ്യത്തിനകത്ത് അവന്യൂ എന്നും അലി എന്നും ഒക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ട്രീസ് നട്ടിരിക്കുന്ന വളരെ വീതിയേറിയ പാതയാണെങ്കിൽ അവന്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കിയാൽ നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം, ട്രീസ് ഒക്കെ നട്ടിരിക്കുന്ന വളരെ ബ്രോഡായിട്ടുള്ള ഒരു വീതിയേറിയ ഒരു പാതയാണ് തന്നിരിക്കുന്നത്. അടുത്ത വേർഡ് നോക്കി, റീസെന്റ് PSC ചോദിച്ചൊരു ചോദ്യമാണ് ഓർക്കാഡ്. ഓർക്കാഡ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നോക്കി, ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന വലിയ തോട്ടം, ആൻ ഏരിയ വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ. അതായത് ഫ്രൂട്ട് ആയിട്ട് വരുന്ന ട്രീസ് വളർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട് ട്രീസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർക്കാഡ്. ആപ്പിൾ ഓർക്കാഡ് എന്നോ ഓറഞ്ച് ഓർക്കാഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആ ഒരു ഏരിയയിൽ ഓറഞ്ചോ അല്ലെങ്കിൽ ആപ്പിളോ പോലെയുള്ള ഫ്രൂട്ട്സ് വരുന്ന ട്രീസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ഓർക്കാഡ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് നടന്ന ഒരു PSC ചോദ്യത്തിൽ ഓർക്കാഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അതുകൂടെ പഠിച്ചു വെക്കുക. ഓർക്കാഡ് എന്ന് പറഞ്ഞാൽ ആൻ ഏരിയ വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ. അപ്പൊ നമ്മൾ അവന്യൂ പഠിച്ചായിരുന്നു. എന്താണ്, ട്രീസ് നട്ടിരിക്കുന്ന വളരെ വീതിയേറിയ പാതയെ നമുക്ക് അവന്യൂ എന്ന് പറയാം. അതിനു മുന്നേ നമ്മൾ അലി പഠിച്ചായിരുന്നു. എന്തായിരുന്നു അല്ലെ, എ നാരോ റോഡ് ഓർ പാത്ത് ബിറ്റ്വീൻ ഓർ ബിഹൈൻഡ് ദ ബിൽഡിങ്സ്. ബിൽഡിങ്ങുകൾക്ക് പുറകിലോ സൈഡിലൂടെയോ വരുന്ന ചെറിയ പാതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലി എന്ന് പറയുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ മെയ്സ് പഠിച്ചായിരുന്നു. കൺഫ്യൂസിങ് നെറ്റ്വർക്ക്, അവിടെ ഒരു പസിൽ പോലെ വരുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കും പാസേജസ്. അപ്പൊ അത് ഒരു വഴിയിലൂടെ കയറി മറ്റേ വഴി കണ്ടെത്തുന്ന പോലെ എന്റർടൈൻമെന്റ് പോലെ ചെയ്തിരിക്കുന്നതായിരിക്കും. ഇതിനെയാണ് നമ്മൾ മെയ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു ബൈവേ, എ സെക്കൻഡറി ഓർ സൈഡ് റോഡ്. നമ്മൾ അധികം സഞ്ചരിക്കാത്ത സൈഡ് റോഡായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ബൈവേ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞായിരുന്നു പ്രൊമിനേഡ്, എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. നടക്കുവാനായിട്ടുള്ള പബ്ലിക് പ്ലേസിനെയാണ്, ആ ഒരു സ്പോട്ടിനെയാണ് നമ്മൾ പ്രൊമിനേഡ് എന്ന് പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ആൾക്കാർ നടക്കുന്ന ഒരു പാത്തായിരിക്കും, ഒരു പബ്ലിക് പ്ലേസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പ്രൊമിനേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രൊമിനേഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കി. ഷീ സെഡ് ടു ഹിം, സ്റ്റേ ഹിയർ അണ്ടിൽ യുവർ ടേൺ കംസ്. റിപ്പോർട്ട് ദ ഗിവൺ സെന്റൻസ്. റിപ്പോർട്ടഡ് സ്പീച്ചുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന്. അതായത് ഒരു അസേർട്ടീവ് സെന്റൻസ് ആണോ, ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ, ഇംപറേറ്റീവ് സെന്റൻസ് ആണോ, അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുക. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. സ്റ്റേ ഹിയർ അണ്ടിൽ യുവർ ടേൺ കംസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എങ്ങനെ ഇംപറേറ്റീവ് സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാം? ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ, റിക്വസ്റ്റ്, വിഷ്, സജഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. ഈ സെന്റൻസുകൾ ആരംഭിക്കുന്നത് ഒരു വെർബ് കൊണ്ടായിരിക്കും. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്, ഒരു വെർബ് ആയിരിക്കും തുടക്കത്തിൽ വരുന്ന വാക്ക്. അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഡോണ്ട് എന്നും വരാം. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഡോണ്ട് എന്ന് വരാം, അല്ലെങ്കിൽ വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകളും ആയിരിക്കാം. ഇവിടെ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നോക്കി, സ്റ്റേ എന്ന് പറയുന്ന ഒരു വെർബാണ്. അപ്പോൾ സ്റ്റേ എന്ന് പറയുന്ന വെർബിൽ ആരംഭിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. സ്റ്റേ ഹിയർ അണ്ടിൽ യുവർ ടേൺ കംസ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പറയുന്ന ആളെ എടുത്തെഴുതുക അല്ലെ. ഇവിടെ ഓപ്ഷൻസിനകത്ത് വന്നിട്ടുണ്ട് ഷീ എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഷീ എന്ന് വരണം. അതിനുശേഷം സെഡ് ടു എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇംപറേറ്റീവ് സെന്റൻസ് ആകുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വാർണിംഗ് ആണെങ്കിൽ വാണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ ഓർഡേർഡ് എന്ന് പറയാം, ഇതൊന്നും അല്ലെങ്കിൽ ടോൾഡ് എന്നും പറയാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരിക. നോക്കിയേ, റിക്വസ്റ്റഡ് എന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 3 എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ഓപ്ഷൻ ടോൾഡ് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഷീക്ക് ശേഷം നമുക്ക് റിക്വസ്റ്റഡോ ടോൾഡോ ഇംപറേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരിക. ഷീ റിക്വസ്റ്റഡ് ഹിം. കറക്റ്റ് ആണ്, എല്ലാത്തിലും ഹിം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 2+ വെർബാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. ഇംപറേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആളെ എഴുതുക, അതിനുശേഷം റിക്വസ്റ്റഡ് എന്നോ വാണ്ട് എന്നോ ടോൾഡ് എന്നോ പോലെയുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കുക, അതിനുശേഷം ആരോടാണോ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് എഴുതുക. ഇതിനുശേഷം നിങ്ങൾ ഓർമ്മിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് വെർബായിരിക്കും തുടക്കത്തിൽ. ഇംപറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ തുടക്കത്തിൽ വരുന്നത് ഒരു വെർബായിരിക്കും. ആ വെർബിന് മുൻപിൽ നമ്മൾ എന്തുകൂടി ചേർക്കുക, ടു എന്നുകൂടി ചേർത്ത ശേഷം ആ വെർബ് എഴുതുക. അപ്പോൾ ആ വെർബിന്റെ ഫോമില് പിന്നെ മാറ്റം വരുത്താൻ പാടില്ല. V1 ഫോം ആയിരിക്കും, അതിനെ മാറ്റി V2 V3 എന്ന ഫോമിലേക്ക് ഒന്നും മാറരുത്, V1 ഫോമിൽ തന്നെ എഴുതുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓപ്ഷനകത്ത് ടു സ്റ്റേ എന്ന് തന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്. അതിനുശേഷം ഹിയർ. ഹിയർ എന്ന വാക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാറ്റി ദേർ എന്നാക്കുക. അപ്പോൾ ഇവിടെ ദേർ എന്ന് തന്നിട്ടുണ്ട്. അണ്ടിൽ, ബാക്കി അവിടെ ചേഞ്ച് ഇല്ല. അണ്ടിൽ
യുവർ ടേൺ കംസ്. യുവർ ടേൺ എന്ന് പറയുന്നത് ഇവിടെ ഹെർ ടേൺ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഷീ സെഡ് ടു ഹിം, അവനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹെർ ടേൺ എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരം തെറ്റിപ്പോവും. അവന്റെ ടേൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഹെർ ടേൺ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് സ്യൂട്ടബിൾ അല്ല. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരാം. നോക്കി, ഷീ റിക്വസ്റ്റഡ് ഹിം. ഇവിടെ ദാറ്റ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ദാറ്റ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അസേർട്ടീവ് സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിക്കേണ്ടത്. എന്താണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന സെന്റൻസുകൾ. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ദാറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബാക്കി ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല, അത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരാം. ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ, വളരെ കറക്റ്റ് ആണ്. ഇവിടെ ഹിയറിനെ മാറ്റി ദേർ എന്നും തന്നിട്ടുണ്ട്, അതും കറക്റ്റ് ആണ്. അൺടിൽ ഹിസ് ടേൺ കെയിം. അപ്പോൾ ഇവിടെ ഹിസ് ടേൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവനോട് പറഞ്ഞതാണ് അവന്റെ ടേൺ വരുമ്പോൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതിനെ കൃത്യമായിട്ട് മാറ്റി യുവർ ടേൺ എന്നുള്ളതിനെ മാറ്റി എന്തെന്നാക്കിയിട്ടുണ്ട്? ഹിസ് ടേൺ, അവന്റെ ടേൺ എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന വെർബ് നോക്കിയ, ചോദ്യത്തിൽ കംസ് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. കംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ഫോം ആണ്. എപ്പോഴും ഡയറക്റ്റ് സ്പീച്ചിൽ V1 എന്ന് കിടക്കുന്ന വെർബിനെ നമ്മൾ എന്താക്കി മാറ്റുക? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ V2 ആക്കി മാറ്റുക. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലെ V1 ഫോമിൽ വരുന്ന വെർബിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് ഫോമിലേക്ക് മാറ്റുക? V2 എന്ന ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ കമ്മിന്റെ പാസ്റ്റ് ഫോമായ കെയിം എഴുതുക. അപ്പൊ നോക്കി, ഇവിടെ സി ഓപ്ഷനിൽ വന്നിരിക്കുന്നത് കെയിം എന്ന് തന്നെയാണ്. അപ്പോൾ കെയിം എന്ന് പറയുന്ന ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഷീ റിക്വസ്റ്റഡ് ഹിം, അതിനുശേഷം 2+ വെർബ് എഴുതി ടു സ്റ്റേ എന്ന് എഴുതിയിട്ടുണ്ട്. ഹിയറിനെ മാറ്റി ദേർ എന്ന് എഴുതിയിട്ടുണ്ട്. അൺടിൽ, അതിനുശേഷം ഹിസ് ടേൺ, യുവർ ടേണിനെ മാറ്റി ഹിസ് ടേൺ എന്നാക്കിയിട്ടുണ്ട്. കംസ് എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നതിനെ കെയിം എന്നും ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം സി ഓപ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഡിഫൈൻസ്? അപ്പോൾ ഡിഫൈൻസ് എന്ന വേർഡിന്റെ ആന്റോണിം ആണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കി, കോൺറ്റുമസി, സബ്മിഷൻ, ഇൻസോളൻസ്, റെസിസ്റ്റൻസ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണ്. ഡിഫൈൻസ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫൈൻസ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കിക്കേ, വെല്ലുവിളി എന്നോ അല്ലെങ്കിൽ ധിക്കാരം എന്നോ പറയാം. ഡിഫൈൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വെല്ലുവിളി അല്ലെങ്കിൽ ധിക്കാരം. നമ്മുടെ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന മറ്റ് വാക്കുകളുടെ അർത്ഥം കൂടി ഒന്ന് നോക്കി. സബ്മിഷൻ, സബ്മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കീഴടങ്ങൽ. അടുത്ത വേർഡ് നോക്കിയേ, കോൺറ്റുമസി. കോൺറ്റുമസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധ ബുദ്ധി. കോൺറ്റുമസി, നിർബന്ധ ബുദ്ധി. അടുത്ത വേർഡ് നോക്കിയേ, ഇൻസോളൻസ്, ധിക്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫൈൻസ് എന്ന വാക്കിന്റെ സിനോണിമസ് ആയിട്ട് വരുന്ന ഒരു വേർഡാണ് ഇൻസോളൻസ്, ധിക്കാരം തന്നെയാണ്. അടുത്ത വേർഡ് നോക്കിയാൽ റെസിസ്റ്റൻസ്. നമുക്കറിയാം പ്രതിരോധം, പ്രതിരോധിക്കുക അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. അപ്പോൾ ഇവിടെ 5 വാക്കുകളുടെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഡിഫൈൻസ് എന്ന വാക്കിനോട് സിനോണിമസ് ചേർന്ന് നിൽക്കുന്ന സെയിം അർത്ഥം വരുന്ന വാക്കുകളാണ് കോൺറ്റുമസി അല്ലെങ്കിൽ ഇൻസോളൻസ്, റെസിസ്റ്റൻസ് എന്നിവ. അപ്പോൾ ഡിഫൈൻസിന്റെ സിനോണിമാണ് ഈ വാക്കുകളെല്ലാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിഫൈൻസ് എന്ന വാക്കിന്റെ അർത്ഥം വെല്ലുവിളി അല്ലെങ്കിൽ ധിക്കാരം എന്നാണ്. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കീഴടങ്ങൽ അല്ലെ. അപ്പോൾ കീഴടങ്ങൽ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സബ്മിഷൻ. അപ്പോൾ സബ്മിഷൻ ആണ് ഇതിന്റെ ആന്റോണിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ ആയ സബ്മിഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. ഇവിടെ ഒരു ഇഡിയമാണ് തന്നിരിക്കുന്നത്, ഒരു ശൈലിയാണ് തന്നിരിക്കുന്നത്. ആ ശൈലിയുടെ മീനിങ് ആണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ ക്വസ്റ്റ്യൻ, ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ്. എന്താണ്? ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ്. അപ്പോൾ ടു മേക്ക് ദ വിൻഡ് എന്നോ അല്ലെങ്കിൽ ടു ടേക്ക് ദ വിൻഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ടു ടേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്ഹാർട്ടൻ എന്നാണ് അർത്ഥം. എന്താണ്? ഡിസ്ഹാർട്ടൻ. ഡിസ്ഹാർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മാനസികമായിട്ട് തകർക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് നിൽക്കുമായിരുന്നു, അപ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് തകർക്കുകയാണ്. അപ്പോൾ അയാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ നമുക്ക് പറയാവുന്ന ഒരു ഇഡിയമാണ് ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ്. ഹി മെയ്ഡ് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മാനസിക നില തകർക്കുക. അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നതായിരിക്കാം, പക്ഷേ അതിനെ തകർക്കുക. അയാളുടെ ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിസ്ഹാർട്ടൻ, മാനസികമായിട്ട് തകർക്കുക എന്നാണ് അർത്ഥം. നമുക്ക് കുറച്ച് ഇഡിയംസിന്റെ എക്സാമ്പിൾസ് കൂടി നോക്കാം. ഔട്ട് ഓഫ് തിൻ എയർ. ഹി കെയിം ഔട്ട് ഓഫ് തിൻ എയർ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കയറി വരിക. അപ്പൊ ടു അപ്പിയർ സഡൻലി ഓർ അൺഎക്സ്പെക്ടഡ്ലി. നമ്മൾ ഒരാളെ അപ്രതീക്ഷിതമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും വരികയാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയാം ഔട്ട് ഓഫ് തിൻ എയർ എന്ന് പറയാം.
അപ്പൊ എന്താണ് ടു അപ്പിയർ സഡൻലി അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ്ലി, പ്രതീക്ഷിക്കാതെ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് തിൻ എയർ എന്ന് പറയാം. അടുത്ത ഐഡിയ നോക്കി, ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് തിൻ എയറിന് പകരം ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? നോട്ട് പോസിബിൾ ഓർ അലൗഡ്, അതായത് പോസിബിൾ അല്ലാത്ത, ഇമ്പോസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ അലോ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പറയാം ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാം ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അടുത്ത ഐഡിയ നോക്കി, PSC നിരവധി തവണ ചോദിച്ചൊരു ചോദ്യമാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിവീൽ എ സീക്രറ്റ് ബൈ മിസ്റ്റേക്ക്. നമ്മൾ ഒരു സീക്രറ്റ് റിവീൽ ചെയ്യുക, നമ്മൾ അറിയാതെ പറഞ്ഞു പോവുക. നമ്മൾ പെട്ടെന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന എന്തെങ്കിലും കാര്യം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഹി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അതായത് ആ ഒരു സീക്രറ്റിനെ അയാൾ എന്ത് ചെയ്തു? റിവീൽ ചെയ്തു, അറിയാതെ പറഞ്ഞു പോവുക. അങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതിനാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മറക്കരുത്, PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അടുത്ത ഐഡിയ നോക്കി, ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഇതും PSC റീസെന്റ് ചോദിച്ചൊരു ചോദ്യമാണ്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് അതിന്റെ അർത്ഥം നോക്കി, ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഒരാളുടെ സ്വാർത്ഥ താല്പര്യം, എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള സ്വാർത്ഥ താല്പര്യം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. എന്താണ് ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്? എന്താണ് അതിന്റെ മീനിങ്? ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. അടുത്ത ഐഡിയ നോക്കി, ടു ഹോൾ ഓവർ ദ കോൾസ്. ടു ഹോൾ ഓവർ ദ കോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്പീക്ക് ആംഗ്രിലി, ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. ടു ഹോൾ ഓവർ ദ കോൾസ്. അപ്പൊ ഇതും റീസെന്റ് PSC ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ടു ഹോൾ ഓവർ ദ കോൾസ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ആംഗ്രിലി, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു ഹോൾ ഓവർ ദ കോൾസ് എന്ന് പറയുന്നത്. അടുത്ത ഐഡിയ നോക്കി, ടു പിക്ക് ഹോൾസ് അല്ലെ, അതായത് ഹോൾസ് നോക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രിട്ടിസൈസ് സമ്മൺ, ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുക. അതായത് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്, നമ്മൾ കുഴി എണ്ണണ്ടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു കാര്യം ചെയ്താൽ മതി, അതിന്റെ അഭിപ്രായം പറയേണ്ടെന്ന് പറയും അല്ലെ. അതായത് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു പിക്ക് ദ ഹോൾസ്. അപ്പം നിന്നാൽ മതി, കുഴി എണ്ണ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ടു പിക്ക് ദ ഹോൾസ് എന്ന് പറഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സമ്മൺ. അടുത്തത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലൂസ് ഓൺസ് ടെമ്പർ, ഒരാളുടെ ടെമ്പർ നഷ്ടപ്പെടുക, അതായത് അയാളുടെ കയ്യിൽ നിന്ന് പോവുക. ഒരാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പോവുക, അയാളുടെ ടെമ്പർ നഷ്ടപ്പെടുക അല്ലെ. അപ്പോൾ അങ്ങനെ ടെമ്പർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. അപ്പൊ ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലൂസ് ഓൺസ് ടെമ്പർ. അടുത്ത ചോദ്യവും PSC ചോദിച്ചതാണ്, ബ്രേക്ക് ദ ഐസ്. ടു ബ്രേക്ക് ആൻ അൺകംഫോർട്ടബിൾ സൈലൻസ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, PSC തന്ന ഉത്തരമാണ് ടു ബ്രേക്ക് ആൻ അൺകംഫോർട്ടബിൾ സൈലൻസ്. അപ്പൊ എന്താണ് ബ്രേക്ക് ദ ഐസ്? ഇപ്പൊ നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാരായിരിക്കാം നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള മടിയുണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും, സംസാരം ഒന്നും ഉണ്ടാവില്ല, ഒരു സൈലൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു സൈലൻസിനെ നീക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് നീക്കി മറ്റെന്തെങ്കിലും സംസാരിച്ച് അതിനെ ഒന്ന് കംഫോർട്ടബിൾ ആക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. അപ്പൊ ടു ബ്രേക്ക് ആൻ അൺകംഫോർട്ടബിൾ സൈലൻസ്. ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺകംഫോർട്ടബിൾ ആണ്, ആ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും സംസാരിച്ച് അതിനെ കംഫോർട്ടബിൾ ആക്കി മാറ്റുന്ന സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ബ്രേക്ക് ദി ഐസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഹാർട്ടൻ, മാനസികമായിട്ട് തകർക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുക. അതിനെയാണ് ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ ഇവിടെ പാർട്സ് ഓഫ് സ്പീച്ചുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. ഇവിടെ ബ്ലഡ് ഷോട്ട് എന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ഷോട്ട് എന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, നൗണ്, വെർബ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നൗൺ എന്നും വെർബ് എന്നൊക്കെ നോക്കാം. എ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് റെപ്രസെന്റ്സ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ആൻ ഐഡിയ. അപ്പോൾ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ പ്ലേസ് ആകാം, തിങ് ആകാം, അല്ലെങ്കിൽ ഐഡിയ ആകാം. ഇങ്ങനെ ഇതിനെ ഏതെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോൾ എക്സാമ്പിൾ നോക്കി, അരുൺ ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ ഹോഴ്സ് ഒരു അനിമലിനെ സൂചിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ പാറ്റ്ന ഒരു സിറ്റിയാണ് അല്ലെ, പാറ്റ്ന എന്നോ ഡൽഹി എന്നോ, അല്ലെങ്കിൽ കാർ ഒരു വസ്തു ആകാം, അല്ലെങ്കിൽ ബ്രേവറി, ബ്യൂട്ടി പോലെയുള്ള ഐഡിയ, അല്ലെങ്കിൽ എന്താണ് ഒരു അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റാത്ത നാമങ്ങളാണിത്. അപ്പൊ ഇതിനെല്ലാം ചേർത്ത് നമുക്ക് നൗൺ എന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നൗൺ പറഞ്ഞായിരുന്നു. എ നൗൺ ഈസ് എ വേർഡ് ദാറ്റ് റെപ്രസെന്റ്സ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. പ്ലേസോ ആകാം, അല്ലെങ്കിൽ
പേഴ്സൺ ആകാം, തിങ് ആകാം, ഐഡിയ ആകാം. ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, വെർബ്. എ വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അപ്പോൾ ഒരു വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ഷൻ വേർഡ് ആണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കും ആകാം. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ സൂചിപ്പിക്കുന്ന വാക്കുകളെ നമുക്ക് വെർബ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിയേ, പ്ലേ, ഈറ്റ്, ഗോ, വാക്ക്, ബിലീവ്, ബിലോങ് എക്സെട്ര. അപ്പൊ ഈറ്റ് എന്നോ അല്ലെങ്കിൽ പ്ലേ എന്നോ തിങ്ക് എന്നോ റൈറ്റ് എന്നോ സ്വിം എന്നോ ഡാൻസ് എന്നൊക്കെ പറയുന്ന ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ആക്ഷൻ വേർഡും ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയും ആകാം. ഇത്തരം വാക്കുകളെ നമുക്ക് വെർബ് എന്ന് പറയാം. അതായത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികളെ നമുക്ക് എന്തെന്ന് പറയാം? വെർബ് എന്ന് പറയാം. അടുത്തതായിട്ട് നോക്കി, അഡ്ജക്റ്റീവ്. ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ നൗൺ ഓർ പ്രോനൗൺ. അതായത് ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ, നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാമം അല്ലെ, ഒരു വ്യക്തിയുടെ പേരാകാം. അപ്പോ ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ പ്രോനൗണും ആകാം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ നൗണ് അരുൺ ആണെങ്കിൽ അയാൾക്ക് പകരം നമുക്ക് ഹി എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം. അശ്വതി എന്നാണ് നൗണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഷീ എന്ന് യൂസ് ചെയ്യാം. അപ്പോ നൗൺ ആകാം, അല്ലെങ്കിൽ ഒരു പ്രോനൗണും ആകാം. ഈ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ മോഡിഫൈയോ ചെയ്യുന്ന വാക്കുകളെ നമുക്ക് എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ നോക്കിയേ, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി കിഡ്സ്. ഇവിടെ കിഡ്സ് എന്നത് ഒരു നൗണാണ്. അപ്പോൾ ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ഹാപ്പി. അപ്പോൾ ഹാപ്പി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് പറയാം. ഗേൾ നോക്കിയേ, ഗേൾ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആ ഗേളിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കിയേ, ഡ്രസ്സ്. ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആ ഡ്രസ്സിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വാക്കാണ് കാഷ്വൽ. അപ്പോൾ ഇവിടെ കാഷ്വൽ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കിയേ, ഡ്രൈവർ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്. ആ ഡ്രൈവറിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വാക്കാണ് കെയർഫുൾ. അപ്പോൾ കെയർഫുൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കിയേ, റൈറ്റർ. റൈറ്റർ എന്ന് പറയുമ്പോൾ ഒരു നൗണാണ്. ആ റൈറ്ററിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ഫാസ്റ്റ്. അപ്പോൾ റൈറ്ററിനെ വിശേഷിപ്പിച്ച ഫാസ്റ്റ് എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കിയേ, ആഡ്വർബ്. ആൻ ആഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ വെർബ്. ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ആഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ വെർബ്. ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ആഡ്വർബ് എന്ന് പറയാം. നോക്കി, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്ലേയിങ് ഹാപ്പിലി. പ്ലേയിങ് ഹാപ്പിലി. അവിടെ പ്ലേയിങ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. ആ വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡാണ് ഹാപ്പിലി. അപ്പോൾ ഹാപ്പിലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബാണ്. അപ്പോൾ പ്ലേയിങ് ഹാപ്പിലിയിൽ ആഡ്വർബ് ഏതാണെന്ന് വെച്ചാൽ ഹാപ്പിലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഡ്രൈവ്സ് ഫാസ്റ്റ്. ഇവിടെ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. എന്നാൽ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്കാണ് ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്. ഡ്രൈവ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായതുകൊണ്ട് ഫാസ്റ്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ആഡ്വർബ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത വേർഡ് നോക്കി, റൈറ്റ്സ് നീറ്റ്ലി. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്. ആ വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്കാണ് നീറ്റ്ലി. അപ്പോൾ നീറ്റ്ലി എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ആണ്. അടുത്ത വേർഡ് നോക്കി, സിങ്സ് ബ്യൂട്ടിഫുള്ളി. സിങ്സ് എന്ന് പറയുമ്പോൾ ഒരു വെർബ്. ആ വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിച്ചു? ബ്യൂട്ടിഫുള്ളി എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഡ്വർബ്. അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ, സ്റ്റോപ്ഡ് ഇമീഡിയറ്റ്ലി. ഇവിടെ ഇമീഡിയറ്റ്ലി എന്ന് പറയുന്നത് സ്റ്റോപ്പിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റോപ്ഡ് എന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ്. അപ്പോൾ ഇമീഡിയറ്റ്ലി എന്ന് പറയുന്നത് ഇവിടെ ആഡ്വർബ് ആണ്. അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു? ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന വാക്കാണെങ്കിൽ നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. എന്നാൽ ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആഡ്വർബ് എന്നും പറയാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നോക്കിയേ, ബ്ലഡ് ഷോട്ട് ഐസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐസ് എന്ന വാക്ക് നമുക്കറിയാം ഒരു നൗണാണ്. അപ്പോൾ ഐസ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ബ്ലഡ് ഷോട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഷോട്ട് എന്ന വാക്ക് ഐസിനെ വിശേഷിപ്പിക്കുന്നതായതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഒരു നാമത്തെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ചോദ്യം എഴുതുമ്പോൾ 1-2 കാര്യങ്ങൾ ആദ്യം നോക്കുക.
നമ്മുടെ ഈ തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. എന്താണ് പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും? നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ എന്നോ നോട്ട് എന്നോ അല്ലെങ്കിൽ നില്ലെന്നോ നെവർ എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് അർത്ഥം വരുന്ന വാക്കുകൾ, ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പൊ നമുക്ക് ഇല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നെവർ എന്ന് പറയാം, അല്ലെങ്കിൽ നോ വൺ എന്ന് പറയാം, നോബഡി പറയാം, നത്തിങ് പറയാം. പിന്നെ ചില വാക്കുകളുണ്ട്, ഹാർഡ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് ആണെങ്കിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഹാർഡ്ലി, റെയർലി, ബെയർലി, സെൽഡം അല്ലെങ്കിൽ ഫ്യൂ, ലിറ്റിൽ പോലെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഈ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ നോക്കി, തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്, ആര് വന്നിട്ടുണ്ട്? ഫ്യൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ഉറപ്പായിട്ടും നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സെന്റൻസ് പോസിറ്റീവിലാണെങ്കിൽ നമ്മുടെ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവ് ടാഗ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ചോദ്യം നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നറിയേണ്ടത്. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് വരേണ്ടത് പോസിറ്റീവ് ടാഗ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിനകത്ത് നെഗറ്റീവായിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ആ 2 ഓപ്ഷൻസ് നമുക്ക് കളയാൻ പറ്റും. നോക്കിയേ, ഇവിടെ ഡോണ്ട് വി എന്ന് തന്നിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. ഡോണ്ട് ദേ എന്ന് തന്നിട്ടുണ്ട്, അതും നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ഇനി നമ്മൾ നോക്കി, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലെ സെന്റൻസിനകത്ത് മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ്. എന്താണ് ഓക്സിലറി വെർബ്? ഈസ് അല്ലെങ്കിൽ ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഡു, ഡസ്, ഡിഡ് അല്ലെങ്കിൽ വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇങ്ങനെയുള്ള ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം നോക്കി, ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ്. അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഓക്സിലറി വെർബ് വന്നിട്ടില്ല. ഈസോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ, അങ്ങനെ ഒരു ഓക്സിലറി വെർബും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനകത്ത് ഓക്സിലറി വെർബ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പരിഗണിക്കേണ്ടത് ആ സെന്റൻസിനകത്ത് വന്നിരിക്കുന്ന മെയിൻ വെർബിനെ പരിഗണിക്കുക. ഈ ചോദ്യത്തിൽ എന്താണ് ഇവിടെ വെർബായിട്ട് വന്നിരിക്കുന്നത്? നോക്കി, സീം എന്നാണ് ഇവിടെ ചോദ്യത്തിൽ വെർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ ഈ ചോദ്യത്തിൽ വരുന്ന മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് പോവുക. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? സീം എന്ന വാക്കിനെ നമുക്ക് 3 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയേ, അപ്പോൾ സീം എന്ന വെർബിനെ നമ്മൾ 3 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കിയേ, സീമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡു എന്ന ഓക്സിലറി വെർബ് എഴുതാൻ പറ്റും. എന്നാൽ ഈ സീമിനെ സീംസ് എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡസ് എന്ന ഓക്സിലറി വെർബ് ലഭിക്കും. സീംഡ് പാസ്റ്റ് ഫോമിലാണെങ്കിൽ നമുക്ക് ഏത് ഓക്സിലറി വെർബ് എഴുതാം? ഡിഡ് എന്ന ഓക്സിലറി വെർബ് എഴുതാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് സെന്റൻസിൽ ഓക്സിലറി വെർബ് വന്നിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ആ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. 3 തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എസ് ഓർ എസ് ഇല്ലാത്ത V1 ഫോം ആണെങ്കിൽ നമുക്ക് ഡു എന്ന് എഴുതാം. എന്നാൽ എസ് അല്ലെങ്കിൽ ES ചേർന്ന് വരുന്ന V1 ഫോം ആണെങ്കിൽ നമുക്ക് ഡസ് എന്ന് എഴുതാം. എന്നാൽ പാസ്റ്റ് ഫോമിൽ വരുന്ന വെർബ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഡിഡ് എന്നും എഴുതാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? സീം എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. സീം എന്ന ചോദ്യം വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏത് ഓക്സിലറി വെർബ് എടുത്താൽ മതി? ഡു എന്ന ഓക്സിലറി വെർബ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കിയേ, ഡു വി എന്നും തന്നിട്ടുണ്ട്, ഡു ദേ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏത് പ്രോനൗൺ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഫ്യൂ പീപ്പിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഫ്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലൂറൽ ഫോം ആണ്, അല്ലെ? ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല. അപ്പോൾ കുറച്ച് ആളുകൾ പോലും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അവിടെ പീപ്പിൾ എന്ന വേർഡ് വന്നിട്ടുണ്ട്. അപ്പൊ പീപ്പിൾ എന്ന വേർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പ്ലൂറൽ ഫോമിലാണ്. അപ്പൊ പ്ലൂറൽ ഫോമിലായതുകൊണ്ട് അവർ എന്ന് അല്ലെങ്കിൽ ദേ എന്ന വാക്ക് ഉപയോഗിക്കാം. എപ്പോഴാണ് വി എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ചോദ്യത്തിൽ അസ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് പ്രോനൗൺ എന്ത് ഉപയോഗിക്കാം? വി എന്ന് എടുക്കാം. എന്നാൽ ഫ്യൂ പീപ്പിൾ എന്നാണ് വന്നിരിക്കുന്നത്, അപ്പൊ അവർ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ അവരെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഏത്? ദേ എന്ന്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വരേണ്ടത് ഏതായിരിക്കും? ടു ദേ. അപ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് വേർഡ്സ് ആയ നോ എന്നോ നോട്ട് എന്നോ നില്ലെന്നോ നെവർ എന്നോ നോ വൺ എന്നോ നോബഡി എന്നോ ഹാർഡ്ലി എന്നോ റെയർലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ പോലെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് ഫോമിലായിരിക്കും. എന്നാൽ ഈ വാക്കുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ഫോമുമായിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗ് എഴുതുക. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടാഗ് എഴുതുക. അപ്പോൾ ഈ ചോദ്യത്തിൽ ഫ്യൂ എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചോദ്യം നെഗറ്റീവ് ഫോമാണ്. അപ്പോൾ നെഗറ്റീവിൽ വരുന്ന ഫോമിന്റെ ഓപ്പോസിറ്റ് ടാഗാണ് നമ്മൾ എഴുതേണ്ടത്, പോസിറ്റീവ് ടാഗ്.
അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് വന്നിട്ടില്ല. ഓക്സിലറി വെർബ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ മെയിൻ വെർബ് ഏതാണ്? സീം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വെർബിനെ നമുക്ക് 3 തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എസ് ഓർ എസ് ചേർന്ന് വന്നിട്ടുള്ള വെർബ് ആണെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് എടുക്കുക. എസ് ഓർ എസ് ഇല്ലാത്ത V1 ഫോം ആണെങ്കിൽ ഡു എന്ന വെർബ് എടുക്കുക. ഇനി പാസ്റ്റ് ഫോമിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഡിഡ് എന്ന ഫോം എഴുതുക. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ എസ് ഓർ എസ് ഇല്ലാത്ത V1 ഫോം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഡു എന്നെടുക്കുക. ഇനി പീപ്പിളിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ഉത്തരം ദേ എന്ന് വരും. അപ്പോൾ ആൻസർ ഡു ദേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. അപ്പോൾ ഫ്രേസൽ വെർബുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം. എവറിവൺ എക്സ്പെക്ടഡ് ഹിം ടു ഡാഷ് വിത്തിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്. അപ്പോൾ ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. വാക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ കം എന്ന വാക്ക് PSC പലപ്പോഴായിട്ട് ചോദിക്കാറുള്ള ഒരു വാക്കാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കുക. നോക്കിയേ, ആദ്യത്തെ വേർഡ് കം എറൗണ്ട്. കം എറൗണ്ട് എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. റിക്കവർ എന്നോ അല്ലെങ്കിൽ എഗ്രി എന്നോ അർത്ഥമുണ്ട്. റിക്കവർ ചെയ്ത് വരിക അല്ലെങ്കിൽ എഗ്രി യോജിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ 2 അർത്ഥമുണ്ട്, പഠിച്ചു വെക്കുക. കം എറൗണ്ട് എന്ന വാക്കിന്റെ അർത്ഥം റിക്കവർ അല്ലെങ്കിൽ എഗ്രി. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് എഗ്രി എന്ന അർത്ഥം വരുന്ന രീതിയിൽ PSC മുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ദോ ഹി റെഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ് ഹി കെയിം അറൗണ്ട് ഇൻ ദ എൻഡ്. LDC കണ്ണൂർ 2003 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതായത് ആദ്യം അയാൾ നിരസിച്ചുവെങ്കിലും പിന്നീട് അയാൾ എന്ത് ചെയ്തു? എഗ്രി ചെയ്തു, യോജിച്ചു. അപ്പോൾ എഗ്രി എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് വാക്ക് ഉപയോഗിക്കാം? കം എറൗണ്ട്, അല്ലെങ്കിൽ പാസ്റ്റ് ഫോമിലാണെങ്കിൽ കെയിം എറൗണ്ട് എന്നും തരാം. ഇത് കൂടാതെ ഒരർത്ഥം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതർത്ഥമുണ്ട്? റിക്കവർ എന്ന അർത്ഥമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് നോക്കി, എവറിവൺ എക്സ്പെക്ടഡ് ഹിം ടു ഡാഷ് വിത്തിൻ എ വീക്ക്, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ അയാള് റിക്കവർ ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്, റിക്കവർ ചെയ്ത ശേഷം അയാൾ സക്സീഡ് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കം എറൗണ്ട് എന്ന വാക്ക് തന്നെ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. കം എറൗണ്ടിന് റിക്കവർ ചെയ്യുക എന്നോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഈ ചോദ്യത്തിൽ റിക്കവർ എന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കം എറൗണ്ട് എന്ന് എഴുതാം. ഇനി മറ്റ് വാക്കുകൾ കൂടി നോക്കി. PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് കം അപ്പ്. കം അപ്പ് എന്നോ കം എബൌട്ട് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പൻ എന്നാണ് അർത്ഥം, സംഭവിക്കുക. ചോദ്യം നോക്കി, വെൻ ഡിഡ് ദ ആക്സിഡന്റ് കം അപ്പ്? എപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത്? LDC ട്രിവാൻഡ്രം 2011 ചോദിച്ച ചോദ്യം. അപ്പൊ അവിടെ കം അപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടു ഹാപ്പൻ അല്ലെങ്കിൽ ഒക്കർ, സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. കം അപ്പ് എന്നോ കം എബൌട്ട് എന്നോ PSC ചോദിക്കാൻ, പഠിച്ചു വെക്കുക. കം അപ്പ് അല്ലെങ്കിൽ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പൻ. അടുത്ത വാക്ക് നോക്കി, നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ് കം ബൈ. ടു മാനേജ് ടു ഗെറ്റ് സംതിങ്, അതായത് എന്തെങ്കിലും നേടിയെടുക്കുക. ടു ഒബ്റ്റെയിൻ സംതിങ്, എന്തെങ്കിലും നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കം ബൈ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതുവരെ PSC ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്, അതുകൂടെ ഒന്ന് നോക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കം എക്രോസ്. PSC നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. കം എന്ന വാക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വാക്കാണ് കം എക്രോസ്. ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്, അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവോ ആകസ്മികമായിട്ട് കണ്ടുകിട്ടുക അല്ലെങ്കിൽ കണ്ടെടുക്കുക. ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു വസ്തു ആവാം. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കാണുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കം എക്രോസ് എന്ന് പറയുന്നത്. നോക്കിയേ, PSC 2 അർത്ഥത്തിൽ PSC ചോദ്യം വന്നിട്ടുണ്ട്. നോക്കിയേ, ജോൺ കെയിം എക്രോസ് ഹിസ് ഫ്രണ്ട് അറ്റ് ദ തിയേറ്റർ. ജോണ് അവന്റെ ഫ്രണ്ടിനെ തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടി, അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി അല്ലെ? അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നതിന് എന്തെന്ന് പറയാം? കം എക്രോസ് എന്ന് പറയാം. അപ്പൊ ജോണ് കെയിം എക്രോസ് ഹിസ് ഫ്രണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കി, I came across my grandfather's photograph in an old magazine. I came across my grandfather's photograph in an old magazine. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സാധനം കണ്ടു കിട്ടുകയാണ്. അപ്രതീക്ഷിതമായിട്ട് അയാൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കിട്ടി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ വസ്തുവാകാം, എന്തിനെങ്കിലും നമ്മൾ കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കം എക്രോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്. അടുത്ത വാക്ക് നോക്കിയേ, കം അപ്പ് വിത്ത്. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സജസ്റ്റ് എ പ്ലാൻ ഓർ ഐഡിയ. നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനോ ഐഡിയയോ മുന്നിലേക്ക് വെക്കുക. ഇതിന്റെ PSC ചോദ്യം ഇങ്ങനെയായിരുന്നു, നൺ ഓഫ് ദ ബോയ്സ് കം അപ്പ് വിത്ത് എനി ക്വസ്റ്റ്യൻ. നൺ ഓഫ് ദ ബോയ്സ് കം അപ്പ് വിത്ത് എനി ക്വസ്റ്റ്യൻ, അതായത് ബോയ്സ് ആരും തന്നെ ചോദ്യങ്ങളൊന്നും മുന്നോട്ട് വച്ചില്ല അല്ലെങ്കിൽ അവരുടെ ആശയം മുന്നിലേക്ക് വച്ചില്ല. അപ്പൊ കം അപ്പ് എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു, ഹാപ്പൻ എന്നാണ്. എന്നാൽ കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സജസ്റ്റ് എ പ്ലാൻ ഓർ ഐഡിയ, ഒരു ആശയം മുന്നിലേക്ക് വെക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആശയം മുന്നിലേക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കം അപ്പ് വിത്ത് എന്ന് പറയാം. അപ്പോൾ ഓർത്ത് വെക്കുക, കം എറൗണ്ട് നമ്മൾ ആദ്യം പഠിച്ചു. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് കം എറൗണ്ട് ആണ്. കം എറൗണ്ട് എന്ന് പറഞ്ഞാൽ
എഗ്രി ചെയ്യുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യുക. നമ്മുടെ ഈ ചോദ്യത്തിൽ റിക്കവർ എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. എവരിവൺ എക്സ്പെക്ടഡ് ഹിം ടു കം അറൌണ്ട് വിത്തിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്. അപ്പോൾ ഇവിടെ റിക്കവർ എന്ന അർത്ഥത്തിലാണ്. ഇത് അല്ലാതെ ചോദിച്ചിട്ടുണ്ട് PSC. എഗ്രി എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചു കം അപ്പ് അല്ലെങ്കിൽ കം എബൌട്ട്. കം അപ്പ് അല്ലെങ്കിൽ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പൻ അല്ലെങ്കിൽ ഒക്കർ, സംഭവിക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ചു കം ബൈ. ടു മാനേജ് ടു ഗെറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക. ടു ഒബ്റ്റെയിൻ സംതിങ്, എന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിന് കം ബൈ എന്ന് പറയാം. അടുത്തായിട്ട് നമ്മൾ പഠിച്ചു കം എക്രോസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്, അപ്രതീക്ഷിതമായിട്ട് കണ്ടുകിട്ടുക, അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കാണുക. ഇതിനെയൊക്കെ നമുക്ക് കം എക്രോസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പഠിച്ചു കം അപ്പ് വിത്ത്. ടു സജസ്റ്റ് എ പ്ലാൻ ഓർ ഐഡിയ, ഒരു ആശയം മുന്നിലേക്ക് വെക്കുക, ഒരു പ്ലാനോ അല്ലെങ്കിൽ ആശയത്തിനെ മുന്നിലേക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? കം അപ്പ് വിത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം കം എറൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ. അപ്പൊ ഇത് എല്ലാവരും ഒരു തവണ കൂടി കേട്ട ശേഷം ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ വീണ്ടും നിങ്ങൾ വായിച്ചു പഠിക്കുക. ഇത് മറ്റ് PSC ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, താങ്ക് യു.